നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ എന്ന് പറയുന്നത് തന്നെ പ്ലെഷർ സീക്ക് ചെയ്യുന്നവരാ അല്ലേ? അത് നമ്മൾ എല്ലാ ഏരിയാസിലും നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും നമ്മുടെ ഹെൽത്തും എൻ്റർടൈൻമെൻറ്റും എല്ലാം ബാലൻസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കതൊരു ലൈഫ് ആവുന്നത്. ഇതൊന്നുമില്ല, ജോലിയായിരിക്കും നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റീനെ. ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ആ ഓഫീസിലുണ്ടായ സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കായിരിക്കും ഇന്ന് എൻ്റെ മൂഡ്. ഇന്ന് എൻ്റെ മാനേജർ എന്നോട് വഴക്ക് പറഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ വൈകിട്ട് ഞാൻ ഡിന്നർ കഴിക്കില്ല. അല്ലെങ്കിൽ പുറത്തൊന്ന് കടയിൽ പോകണമെന്ന് തീരുമാനിച്ചാൽ ഇന്ന് എനിക്ക് മൂഡില്ല, ഇന്ന് എൻ്റെ ഓഫീസിലെ ആ ചോറ മാനേജർ എന്നോട് ഇന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ച് എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പൊയ്ക്കോ എന്നുള്ള രീതിയിലായിരിക്കും നമ്മളുടെ ബിഹേവിയർ, ഈ ആൺകുട്ടികളുടെ ബിഹേവിയർ ആ സമയത്ത്. അപ്പോൾ അവരുടെ ജോലിനെ ഡിഫൈൻ ചെയ്യും അവരുടെ പേഴ്സണാലിറ്റി. അതിൽ കൂടെ അവരുടെ ഐഡൻറ്റിറ്റി ആണല്ലോ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഒരു 20s എല്ലാം കഴിഞ്ഞ് 30s ആയിരിക്കും ഇവർ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഒരു വൾണറബിൾ മൊമെൻറ്റ്സ് എപ്പോഴും കാണുന്നത് അവരുടെ ഭാര്യമാരായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ചെറിയ കാര്യത്തിന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് ജഡ്ജ്മെൻ്റൽ ആവുക, പെട്ടെന്ന് ഇമോഷണലി സംസാരിക്കുക. അതായത് നിങ്ങൾക്ക് വല്ലതും അറിയണോ, നിങ്ങൾക്ക് സുഖമായിട്ടിരുന്നാൽ മതിയില്ലേ, ഞാനല്ലേ കഷ്ടപ്പെടുന്നത്, ഇങ്ങനത്തെയൊക്കെയുള്ള കണക്കുകൾ പറയുക. അതൊക്കെ ചെയ്തൊരു കംപ്ലൈൻ്റ് ആയിട്ട് ചെല്ലുമ്പം അമ്മമാർ പറയുക, ഞങ്ങളുടെ മോൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല, ഞങ്ങളുടെ കുട്ടി നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങനെ ആയത്, പണ്ട് ഇവൻ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. കാരണം അവനിൽ നടന്ന ട്രാൻസ്ഫോർമേഷനൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അവനിൽ മെൻ്റലി ഇമോഷണലി അവൻ ഓരോ ദിവസവും ഡ്രെയിൻഡ് ആയിക്കൊണ്ടിരുന്നതും ആരും അറിഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ അറിയുന്നത് കൂടുതലും ഭാര്യമാരോ മക്കളോ ആയിരിക്കും. പെട്ടെന്ന് ക്രിട്ടിക്കലാവുക, ചെറിയ കാര്യത്തിന് ദേഷ്യപ്പെടുക, ആങ്കർ ഇഷ്യൂസ് വരിക, പിന്നെ ബോഡിക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ടയേർഡ്നെസ് തോന്നുക, ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല. ഇപ്പോൾ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒന്നെങ്കിൽ ഫോണും കുത്തി ഇരിക്കുക, മണിക്കൂറുകളോളം ഫോണിൽ സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വീട്ടിലുള്ളവർക്ക് ഇറിറ്റേഷൻ വരും, ചോദ്യം ചെയ്യലാവും. അവരും ചിലപ്പം ജോലി ചെയ്യുന്നവരായിരിക്കും, അവർ പറയും ഞങ്ങൾക്കൊന്നും ഈ ക്ഷീണം ഇല്ലല്ലോ. പക്ഷേ ഇവർ ഏർലി സ്റ്റേജിൽ തന്നെ വന്നിട്ടുണ്ടാവും. 17ഉം 18ഉം വയസ്സിലൊക്കെ വീടും നാടും വിട്ട് ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടായിരിക്കും ഇവിടെ വന്ന് നിൽക്കുക. അത് അവർക്കും മനസ്സിലാവും. അവരുടെ ഐഡൻറ്റിറ്റി അങ്ങ് നഷ്ടപ്പെടും. അവരെന്തായിരുന്നു, ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നവർ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്ന് അവരുടെ ലോങ് വിഷനിൽ പോലും ഉണ്ടാവത്തില്ല. കാരണം അത്രയ്ക്ക് അവർക്ക് അവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും.